Good morning, dear students. Today we discussed about the topic on smoking and its ill effects. സ്മോക്കിങ്ങും അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം, സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു മേജർ ഹെൽത്ത് പ്രോബ്ലമാണ് അക്രോസ് ദ വേൾഡ് മുഴുവനായിട്ടുള്ള ഒരു മേജർ പ്രോബ്ലമാണ് സ്മോക്കിംഗ്. സോ സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തിന് വളരെ ദോഷകരമാണ് സ്മോക്കിംഗ്. It is believed that smoking provides a temporary relief to stress and strains. സ്ട്രെസ്സിലും സ്ട്രെയിനിൽ നിന്ന് നമുക്കൊരു ടെമ്പററി റിലീഫ് സ്മോക്കിംഗ് തരുന്നുണ്ട്. ആൻഡ് ദ റെഗുലർ സ്മോക്കിംഗ് ഹാബിറ്റ് ലീഡ്സ് ടു ടൊബാക്കോ അഡിക്ഷൻ. അപ്പോൾ റെഗുലർ സ്മോക്കിംഗ് നമ്മളെ ടൊബാക്കോ അഡിക്ഷനിലേക്ക് കൊണ്ടെത്തിക്കുകയും കൂടാതെ ആസ് ഇറ്റ് ഈസ് സച്ച് എ സ്ട്രോങ് അഡിക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ഹാബിറ്റ് ദറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക്. അതൊരു സ്ട്രോങ് അഡിക്ഷനിലേക്ക് പോവുകയും അതിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരു ബ്രേക്ക് എടുക്കാനായിട്ട്. അതിൽ നിന്ന് മാറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ദി ഇമ്പാക്റ്റ് ഓഫ് സ്മോക്കിംഗ് ഇൻ യൂത്ത് ഹാസ് ഇൻക്രീസ്ഡ് ലോട്ട്. അപ്പോൾ യൂത്തിൽ ടൊബാക്കോ സ്മോക്കിംഗ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരു തമാശയ്ക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്ന് ഒരു ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ജസ്റ്റ് ഒരു ഫൺ എന്ന നിലയ്ക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഇതൊരു സ്ട്രെസ് റിലീവറും ഒരു റിലാക്സൻ്റ് ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നീട് അത് ഒരു അഡിക്ഷനായിട്ട് മാറുകയാണ്. ആൻഡ് അതർ സ്മോക്കിംഗ് ഇംപ്ലിമെൻറ്റ്സ് ഇൻക്ലൂഡ് പൈപ്സ്, സിഗരറ്റ്സ്, ബീഡി, ഹുക്ക, വേപ്പറൈസേഴ്സ് ആൻഡ് ബോങ്സ് ആർ certain other smoking implements. Tobacco is an agricultural product obtained by the processes of leaves of plant belonging to the genus Nicotiana. നമുക്കറിയാം, നിക്കോട്ടിയാന എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ജീനസിൽ നിന്ന് ആ ലീവ്സിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് ടൊബാക്കോ. നിക്കോട്ടിയാന ടെബാക്കം is the commonly grown species of tobacco. ടൊബാക്കോയുടെ സാധാരണ കാണുന്ന ഒരു സ്പീഷ്യസാണ് നിക്കോട്ടിയാന ടെബാക്കം. ഇത് കൂടാതെ തന്നെ നിക്കോട്ടിയാന റസ്റ്റിക്ക. ഈ റസ്റ്റിക്ക സ്പീഷീസ് എന്ന് പറയുന്നത് സ്ട്രോങ് സെക്കൻഡ് ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് നിക്കോട്ടിൻ അടങ്ങിയതാണ്. നിക്കോട്ടിൻ ഈസ് എ പോയസ്നസ് ആൽക്കലോയിഡ്. നിക്കോട്ടിൻ എന്ന് പറയുന്നത് ഒരു പോയസ്നസ് ആൽക്കലോയിഡാണ്. ഇറ്റ്സ് ദ മെയിൻ സ്റ്റിമുലേറ്റിംഗ് കമ്പോണൻറ്റ്. അപ്പോൾ ഈ നിക്കോട്ടിൻ ലീവ്സിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിയാന അല്ലെങ്കിൽ നിക്കോട്ടിയാന ടെബാക്കം എന്ന് പറഞ്ഞ പ്ലാന്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ പോയസ്നസ് ആൽക്കലോയിഡാണ്. ഒരു പോയസ്നസ് ആയിട്ടുള്ള വിഷമേറിയ ഒരു ആൽക്കലോയിഡാണ്. ഇറ്റ്സ് എ മെയിൻ സ്റ്റിമുലേറ്റിംഗ് കമ്പോണൻറ്റ് വിച്ച് കോസ് അഡിക്ഷൻ. അപ്പോൾ അതിൻ്റെ മെയിൻ സ്റ്റിമുലേറ്റിംഗ് കമ്പോണൻ്റാണ് ഈ നിക്കോട്ടിൻ. ഇതാണ് അഡിക്ഷന് കാരണമാകുന്നത്. Nicotine synthesis occurs in the roots of tobacco plant but it is stored in the leaves. സാധാരണ നിക്കോട്ടിൻ സിന്തസിസ് നടക്കുന്നത് റൂട്ട്സിലാണ്. അത് ലീവ്സിൽ പിന്നീട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. These leaves are harvested and cured to allow for the slow oxidation and degradation of carotenoids in tobacco leaf. പിന്നീട് ഈ ഇലകൾ വിളവെടുക്കാൻ പാകമാകുമ്പോഴത്തേക്ക് അതിൽ പതുക്കെ ഓക്സിഡേഷൻ നടന്ന് കരോട്ടിനോയിഡ്സൊക്കെ ഡീഗ്രഡേഷൻ നടന്ന് അത് ടൊബാക്കോ ലീഫായിട്ട് തന്നെ നമുക്ക് ലഭിക്കും. ബിഫോർ പാക്കിംഗ് ദ ടൊബാക്കോ ഈസ് ഓഫൺ കമ്പൈൻഡ് വിത്ത് അതർ അഡിറ്റീവ്സ് ഇൻ ഓർഡർ ടു ഇമ്പാർട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്ലേവർ ഓർ ഇംപ്രൂവ് ദ ഇഫക്ട്സ് ഓഫ് സ്മോക്ക് ബൈ മേക്കിംഗ് ഇറ്റ് മോർ പാലറ്റബിൾ. പിന്നീട് നമുക്ക് പാക്ക് ചെയ്ത് പല നിറത്തിലും രുചിയിലും ഒക്കെ ആൾക്കാരുടെ കയ്യിലെത്തുന്നത് ഇതിന് അതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ധാരാളം ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ഒക്കെ ആഡ് ചെയ്യുകയും അഡിറ്റീവ്സ് സ്മെല്ല് ഉണ്ടാക്കുന്ന അഡിറ്റീവ്സ് ആഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇത് കൂടുതൽ അത് പാലറ്റബിൾ കഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കി അതിൽ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് പാലറ്റബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. And the modes of using tobacco. സാധാരണയായിട്ട് ടൊബാക്കോ ഈസ് യൂസ്ഡ് ഫോർ സ്മോക്കിംഗ്, chewing and snuffing. സാധാരണ
ടൊബാക്കോ സ്മോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, chew ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, സ്നഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഹെയിലിംഗ് ടൊബാക്കോ സ്മോക്ക് ഫ്രം സിഗരറ്റ്സ്, ബീഡീസ്, പൈപ്സ് ആൻഡ് ബബിൾ ഈസ് കാൾഡ് സ്മോക്കിംഗ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലതരത്തിലുള്ള സ്മോക്കിംഗ് ഇംപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടൊബാക്കോയെ ഇൻഹെയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ സ്മോക്കിംഗ് എന്ന് വിളിക്കുന്നത്. ബീഡീസ് ആർ തിൻ സൗത്ത് ഏഷ്യൻ സിഗരറ്റ്സ് ഫിൽഡ് വിത്ത് ടൊബാക്കോ ഫ്ലേക്സ് ആൻഡ് റാപ്ഡ് ഇൻ എ ഡ്രൈഡ് ലീഫ് ടൈഡ് വിത്ത് എ സ്ട്രിങ്. അപ്പോൾ നമുക്കറിയാം പഴയ കാലത്തുള്ള ബീഡി എന്ന് പറയുമ്പോൾ ടൊബാക്കോ ഫ്ലേക്സ്, ടൊബാക്കോയുടെ തരികൾ എടുത്തിട്ട് ഒരു ഡ്രൈഡ് ലീഫിൽ നൂല് വെച്ച് കെട്ടുന്നതാണ്. ആൻഡ് സിഗേഴ്സ് ആർ ടൈറ്റ്ലി റോൾഡ് ബണ്ടിൽസ് ഓഫ് ഡ്രൈഡ് ആൻഡ് ഫെർമെൻറ്റഡ് ടൊബാക്കോ. ഡ്രൈ ആയിട്ടുള്ള ഫെർമെൻറ്റഡ് ടൊബാക്കോയാണ് സിഗരറ്റ്സിൽ യൂസ് ചെയ്യുന്നത്. Cigarettes are cured and finely cut tobacco rolled in a pipe of paper. Hookahs or bubble smoke is drawn through water using a tube. In pipe, shredded pieces of tobacco are placed in a small bowl fitted with a pipe for smoking. So, inhaling powered tobacco via nose is termed snuffing. നമുക്കറിയാം ഇങ്ങനെ എന്താ ഒരു സാധാരണ കുട്ടികളുടെ ഇടയിലൊക്കെ നമ്മൾ കാണാറുണ്ട്, അഡൽട്ടിൻ്റെ ഇടയിലും കയ്യിലിങ്ങനെ ഇട്ടിട്ട് കയ്യിലിങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മൂക്കിൽ വെച്ചിട്ട് അത് സ്മെല്ല് ചെയ്യുക, നമ്മുടെ ലിപ്സിൻ്റെ അടിയിലൊക്കെ അതിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുക. സോ ദീസ് ആർ ടേംഡ് ആസ് സ്നഫിങ്. ആൻഡ് ദ പവേർഡ് ടൊബാക്കോ ഈസ് ഓൾസോ ച്യൂഡ് വിത്ത് പാൻ ആൻഡ് ഫ്ലേവേർഡ് പാൻ മസാല. പിന്നെ സാധാരണ ഫ്ലവേഴ്സൊക്കെ ചേർത്ത പാൻ മസാല രൂപത്തിലും ഇത് ലഭിക്കാറുണ്ട്. അതേപോലെ ലൂസ് ഫെർമെൻറ്റഡ് ലീവ്സ് കട്ട് ഇൻ ടു പീസസ് ആർ നോൺ ആസ് ചീയിങ് ടൊബാക്കോ. അപ്പം മുറുക്കാൻ ചവയ്ക്കാനായിട്ട് നമുക്ക് എടുക്കുന്നത് ലൂസായിട്ടുള്ള ഫെർമെൻറ്റഡ് ലീവ്സ് ആണ്. അപ്പം നമ്മൾ വിളവെടുത്ത ഈ ഇലയെ കൊണ്ടുപോയി ഓക്സിഡേഷൻ പ്രോസസ്സ് നടത്തി, ഫെർമെൻറ്റേഷൻ അങ്ങനെ കുറേ കെമിക്കൽ പ്രോസസ്സിംഗ് ഒക്കെ നടത്തി, സ്ലോ ഓക്സിഡേഷൻ നടത്തിയിട്ട് അതിൻ്റെ കരോട്ടിനോയിഡ്സ് ഒക്കെ കുറച്ച് ഡീഗ്രഡേഷൻ നടത്തി, അതായത് അതിൻ്റെ കളർ പിഗ്മെൻ്റൊക്കെ നഷ്ടപ്പെട്ട്, നമുക്കറിയാം പുകയില ഒരു ഡാർക്ക് കളറിലാണ് നമുക്ക് കിട്ടുന്നത്, ബ്ലാക്ക് കളറിൽ. അപ്പോൾ അതിൻ്റെ പിഗ്മെൻറ്റ് കളറൊക്കെ നഷ്ടപ്പെട്ടിട്ട് ബ്ലാക്ക് കളറിൽ സ്ലോ ഓക്സിഡേഷൻ നടന്നിട്ട് കരോട്ടിനോയിഡ്സ് ഒക്കെ ഡീഗ്രേഡ് ചെയ്യുന്നത് വരെ അവർ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന പുകയില. And then chemicals in tobacco smoke. It has been reported that tobacco smoke contains over 4,000 different chemicals, many of which are toxic. നമുക്കറിയാം ഏകദേശം 4000-ലധികം പലതരത്തിലുള്ള കെമിക്കൽസ് ടൊബാക്കോയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലും മിക്കുള്ളതും വളരെ ടോക്സിക് ആണ്. And the tobacco smoke is composed of mainstream smoke ഫ്രം ദ ഫിൽറ്റർ ഓർ മൗത്ത് എൻഡ്. അപ്പോൾ നമുക്കറിയാം ടൊബാക്കോ സ്മോക്ക് എന്ന് പറയുന്നത് ഒരു മെയിൻ സ്ട്രീം സ്മോക്കാണ്. ആൻഡ് സൈഡ് സ്ട്രീം സ്മോക്കുണ്ട്. അതേപോലെ നമുക്കറിയാം അത് ബേണിംഗ് ടിപ്പിൽ നിന്ന് ബേൺ ചെയ്തിട്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കതറിയാം, ഈ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം സ്മോക്കും ഉണ്ട്, സൈഡ് സ്ട്രീം സ്മോക്കും ഒക്കെ കാണാൻ പറ്റും. When a person smokes, about 85% of the smoke that he or she releases is side stream smoke. അപ്പോൾ ഒരാൾ സ്മോക്ക് ചെയ്യുമ്പോൾ 85% of the smoke that he or she releases is the side stream smoke. അപ്പോൾ അതിൽ ഒരാൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് 85% സ്മോക്ക് അയാൾ സൈഡ് സ്ട്രീം സ്മോക്ക് വഴിയാണ്, സൈഡ് സ്ട്രീം സ്മോക്കായിട്ടാണ് വെളിയിൽ പോകുന്നത്. Many of the toxic ingredients are in higher concentration in side stream than in mainstream smoke. Mainstream smoke എന്ന് പറയുമ്പോൾ ഒരാൾ സിഗരറ്റ് എടുത്ത് ഇൻഹെയിൽ അകത്തോട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ബേൺ ചെയ്തിട്ട് കുറച്ച് ടൊബാക്കോയുടെ എഫക്ട്സ് കുറച്ച് ആ ബേണിങ്ങിലൂടെ നഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. അതാണ് മെയിൻ സ്ട്രീം സ്മോക്ക്. പക്ഷേ സൈഡ് സ്ട്രീം സ്മോക്ക് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ശക്തമായിട്ട് തീയിലൂടെ അല്ലാതെ ഇങ്ങനെ സൈഡിലൂടെ ബേണിംഗ് ടിപ്പിൽ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്ന കാണാം. അപ്പോൾ ഇതിൽ ഈ സൈഡ് സ്ട്രീം സ്മോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് 85% ഓഫ് ദ സ്മോക്കും ഇങ്ങനെ സൈഡ് സ്ട്രീം സ്മോക്ക് വഴിയാണ് പോകുന്നത്. ദി സൈഡ് സ്ട്രീം സ്മോക്ക് ഈസ് വെരി
toxic to other people. Any other people in the vicinity are also exposed to this side stream smoke. അപ്പോൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ ദോഷകരമാണ് ഈ സൈഡ് സ്ട്രീം സ്മോക്ക്. ബ്രീത്തിങ് someone's else cigarette smoke is called passive smoking. അപ്പോൾ മറ്റൊരാൾ പുകവലിക്കുന്നു, അന്ന് അടുത്ത് നിൽക്കുന്ന ആൾ ഈ പുക സൈഡ് സ്ട്രീം സ്മോക്ക് ശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കും പാസീവ് സ്മോക്കേഴ്സ് ഓർ പാസീവ് സ്മോക്കിംഗ്. പാസീവ് സ്മോക്കേഴ്സ് ആർ അറ്റ് ഹൈ റിസ്ക് ദാൻ ദ ആക്റ്റീവ് വൺസ്. അപ്പോൾ ആക്റ്റീവ് വണ്ണ് കാര്യം എന്താണ്, മെയിൻ സ്ട്രീം സ്മോക്കാണ് ദേ ഇൻഹെയിൽ ചെയ്യുന്നത്. ബട്ട് കമ്പാരറ്റീവ്ലി പാസീവ് സ്മോക്കേഴ്സ് ആർ മോർ ഹൈ റിസ്ക് ദാൻ ദ ആക്റ്റീവ് വൺസ്. അപ്പോൾ ആക്റ്റീവ് വൺസിനെക്കാട്ടിലും കൂടുതൽ ഇഷ്യൂ ഉണ്ടാകുന്നത് ഈ പാസീവ് സ്മോക്കേഴ്സിനാണ്. ഇത് സാധാരണക്കാർ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് 50 ഇൻഗ്രീഡിയൻസ് ഓഫ് സ്മോക്ക് ആർ നോൺ കാർസിനോജൻ ആൻഡ് മെനി ആർ പോയ്സണസ്. നമുക്കറിയാം ഏകദേശം 50 ഇൻഗ്രീഡിയൻസ് വരെ സ്മോക്കിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ ഈ 50 ഇൻഗ്രീഡിയൻസ് മിക്കവാറും ഉള്ളതെല്ലാം കാർസിനോജൻസ് ആണ്. ബാക്കിയുള്ളവയെല്ലാം വളരെ പോയ്സണസുമാണ്. കാർസിനോജൻസ് മീൻസ് ഇൻഡ്യൂസിങ് ക്യാൻസേഴ്സ് and few of them are listed. And the benzopyrene is one of the most potent carcinogen in tobacco smoke. അപ്പോൾ അതിൽ ബെൻസിപൈറിൻ എന്ന് പറഞ്ഞ ഒരു പ്രധാന പൊട്ടൻ്റ് കാർസിനോജനാണ് ടൊബാക്കോ സ്മോക്കിൽ കാണപ്പെടുന്ന. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ബെൻസീൻ. ഇറ്റ്സ് എ കളർലെസ് cyclic hydrocarbon obtained from coal and petroleum. It's a known carcinogen associated with leukemia. അപ്പോൾ ഇതൊരു നോൺ കാർസിനോജൻ തന്നെയാണ്, കണ്ടെത്തിയിട്ടുള്ള ലുക്കീമിയ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ദീസ് ആർ ദ ക്യാൻസർ ഇൻഡ്യൂസിങ് കോമ്പൗണ്ട് പ്രസൻറ്റ് ഇൻ ദ ടൊബാക്കോ സ്മോക്ക്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ formaldehyde. It's also a colorless liquid used to preserve dead body, known to cause cancer, respiratory, skin and gastrointestinal problem. And next is the ammonia. It is used as the flavoring, frees nicotine from tobacco, turning it into a gas. It's often found in dry cleaning fluids. So ammonia in the tobacco is mainly used for flavoring. This is very toxic to human health. And the acetone is a fragrant volatile liquid ketone used as a solvent. It is present in the nail polish remover. So this acetone is also present in the tobacco smoke. And the tar is mixture of aromatic compounds that form particulate matter which is drawn into lungs when inhaled on lighted cigarette. Once inhaled, smoke condenses and about 70% of the tar in the smoke is deposited into the smoker's lung. It may stimulate a series of changes that may lead to lung cancer. അപ്പോൾ ടാർ എന്ന് പറയുന്നത് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എല്ലാം കൂടെ ചേർന്നൊരു മിക്സ്ചറാണ്. അതിനകത്ത് പാർട്ടിക്കുലേറ്റ് മാറ്ററും കൂടെ കാണും. ഇത് ലങ്സിൽ ചെന്ന് നമ്മൾ സിഗരറ്റ് കത്തിക്കുന്ന സമയത്ത് തന്നെ ഇത് ഇൻഹെയിൽ ചെയ്യുന്ന ഉടനെ ലങ്സിൽ ചെല്ലുകയും ഒരിക്കൽ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സമയത്ത് 70% ടാർ നമ്മുടെ സ്മോക്ക് വഴി ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ്, സ്മോക്കേഴ്സിൻ്റെ ലങ്സിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിക്കോട്ടിൻ ഈസ് ദ കെമിക്കൽ വിച്ച് കോസസ് അഡിക്ഷൻ. അപ്പോൾ ടൊബാക്കോ സ്മോക്കിങ്ങിന് അഡിക്ഷൻ ഇത് ഈ പറഞ്ഞ കാർസിനോജൻസ് കൂടാതെ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് നിക്കോട്ടിൻ. ഇറ്റ് വിൽ ക്രിയേറ്റ് ഓർ കോസ് അഡിക്ഷൻ. നെക്സ്റ്റ് മോസ്റ്റ് പോയ്സണസ് component is the carbon monoxide, an odorless, tasteless, poisonous gas which reduces the oxygen binding capacity of hemoglobin. Normally in our respiration or inhalation, the oxygen entering into the lungs and the lungs the oxygen inside the lungs combined with oxygen and the combined with blood, and the blood containing a red colored pigment known as the hemoglobin. This hemoglobin combined with oxygen to form oxyhemoglobin. This oxyhemoglobin can easily
entering into the cell, and cell intake this oxygen from the hemoglobin. But in the case of inhalation of carbon monoxide, this carbon monoxide has more affinity than oxygen to hemoglobin, then forming carboxyhemoglobin instead of carbon oxyhemoglobin. നോർമൽ ഓക്സിഹീമോഗ്ലോബിന് പകരം അവിടെ കാർബൺ മൊണോക്സൈഡുമായിട്ട് ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് ഓക്സിജൻ്റെ നോർമലി ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയെ കുറയ്ക്കുകയും അത് വളരെ അധികം പ്രോബ്ലങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇനി മറ്റുള്ള ഏജൻസ് എന്ന് പറയുന്നത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഹൈഡ്രജൻ, സയനൈഡ് എക്സെട്ര. ഈ പറഞ്ഞ നൈട്രജൻ്റെ ഓക്സൈഡുകളും ഹൈഡ്രജൻ സയനൈഡൊക്കെ നമ്മുടെ ടൊബാക്കോ സ്മോക്കിൽ അടങ്ങിയിരിക്കുന്നു. ആൻഡ് ദ ആക്ഷൻ ഓഫ് നിക്കോട്ടിൻ ഇനി പറയുകയാണെങ്കിൽ, നിക്കോട്ടിൻ ഈസ് അബ്സോർബ്ഡ് വെരി റെഡിലി ബൈ ദ ബ്ലഡ് ആൻഡ് ട്രാവൽസ് ടു ദ ബ്രെയിൻ വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ്. ഒരാൾ സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിക്കോട്ടിൻ അബ്സോർബ് ചെയ്യപ്പെടുകയും ബ്ലഡിലൂടെ അത് ബ്രെയിനിൽ വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇറ്റ് സ്റ്റിമുലേറ്റ് ദ നെർവസ് സിസ്റ്റം ടു റെഡ്യൂസ് ദ ഡയമീറ്റർ ഓഫ് ദ ആർട്ടീരിയോൾസ്. അത് വളരെ പെട്ടെന്ന് തന്നെ നെർവസ് സിസ്റ്റത്തെ റെഡ്യൂസ് ചെയ്യുകയും ആർട്ടീരിയോൾസിൻ്റെ ഡയമീറ്ററിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഓൾസോ കോസസ് ദ റിലീസ് ഓഫ് അഡ്രിനാലിൻ ഫ്രം അഡ്രിനൽ ഗ്ലാൻഡ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് അഡ്രിനാലിൻ റിലീസ് ചെയ്യാൻ ഇത് കാരണമാകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും കൂടുന്നു. ബ്ലഡ് സപ്ലൈ ടു ദ എക്സ്ട്രീമിറ്റീസ് ഓഫ് ദ ബോഡി സച്ച് ആസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ഈസ് ഡിക്രീസ്ഡ്. കൂടാതെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് കയ്യിലും കാലിലും ഒക്കെ ബ്ലഡ് സപ്ലൈ കുറയുകയും, നിക്കോട്ടിൻ ഓൾസോ ഇൻക്രീസസ് ദ സ്റ്റിക്കിനെസ് ഓഫ് ദ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് സോ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ബ്ലഡ് ക്ലോട്ടിങ്. കൂടാതെ പ്ലേറ്റ്ലെറ്റിൻ്റെയൊക്കെ സ്റ്റിക്കിനെസ് കൂട്ടുകയും ഇത് ബ്ലഡിൻ്റെ ക്ലോട്ടിംഗ് എബിലിറ്റിയെ കൂട്ടുകയും ചെയ്യുന്നു. And neurons of the central nervous system and neuromuscular junctions of the skeletal muscles possess receptors for nicotine. ഇത് കൂടാതെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള ന്യൂറോൺസും ന്യൂറോമസ്കുലാർ ജംഗ്ഷനിലുള്ള അവിടെയൊക്കെ ഈ ഒരു റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഈ റിസപ്റ്റേഴ്സ് ഈസി ആയിട്ട് നിക്കോട്ടിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. The neurons that release dopamine have numerous nicotine receptors. ഈ ന്യൂറോണിൽ നിന്ന് ഒരു ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെടുകയും ബിക്കോസ് ഓഫ് ദ ന്യൂമറസ് നിക്കോട്ടിൻ റിസപ്റ്റേഴ്സ്. ഇപ്പം ധാരാളം നിക്കോട്ടിൻ റിസപ്റ്റേഴ്സിൽ വന്ന് ഈ നിക്കോട്ടിൻ അറ്റാച്ച് ചെയ്യുന്നത് മൂലം ഡോപ്പമൈൻ റിലീസ് ആകുകയും, ആൻഡ് ദിസ് ഈസ് ഡോപ്പമൈൻ ഇസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇത് റിലീസ് ആവുകയും ധാരാളം. ഇൻക്രീസ്ഡ് ഡോപ്പമൈൻ റിലീസ് ഇൻ സ്മോക്കേഴ്സ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലഷർ. അപ്പോൾ ഇങ്ങനെ ഡോപ്പമൈൻ അധികമായിട്ട് ബ്ലഡിൽ റിലീസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് സ്മോക്കേഴ്സിന് ആ സമയത്തേക്ക് ഒരു സന്തോഷം, ഒരു പ്ലഷർ ഫീൽ ചെയ്യുകയും, ഈസിങ് ടെൻഷൻ ആൻഡ് കോസിങ് അഡിക്ഷൻ, അവരുടെ ടെൻഷൻ കുറയുന്നതായിട്ട് തോന്നുകയും, ഇത് പിന്നീട് ഈ ഒരു പ്ലഷറബിൾ മൂവ്മെൻറ്റ് ഇവരെ അഡിക്ഷനിലോട്ട് മാറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നിക്കോട്ടിൻ്റെ ആക്ഷൻ നടക്കുന്നത്. ആൻഡ് ദ ഇഫക്ട്സ് ഓഫ് യൂസിങ് ടൊബാക്കോ. And there are two types of effects, short term effects and long term effects. And the short term effects, every put of cigarette contain a mixture of nicotine and carbon monoxide, and each time you smoke it increases your temporary effects like heart rate, blood pressure, injuries heart and blood vessels. It also increasing the stickiness of the blood platelets and so increase the risk of blood clotting, and it releases characteristic and it create addiction. And in the long term effects, loss of appetite, yellowing of teeth, yellowing of facial hair, halitosis, bad breath, lung cancer, other cancers of throat and mouth, low sperm count, etc. And the effects of using tobacco is സിഗരറ്റ് അപ്പം നമുക്കറിയാം, നമ്മൾ ഓരോ സിഗരറ്റ് പാക്കിൻ്റെ പുറത്തും സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വളരെ സത്യമാണ്. നമ്മൾ നോക്കിയാൽ അറിയാം സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ആണ്.
വളരെ സത്യമാണത്, പക്ഷേ ആരും അതിനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എ സ്മോക്കർ കോസസ് ഹെൽത്ത് ഇഞ്ചുറീസ് നോട്ട് ഓൺലി ടു ഹിംസെൽഫ് ബട്ട് ഓൾസോ ദ നോൺ സ്മോക്കേഴ്സ് അറൗണ്ട് ഹിം. ഒരു സ്മോക്കേഴ്സ് അയാൾക്ക് മാത്രമല്ല അസുഖം ഉണ്ടാക്കുന്നത്, അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും കൂടെ അയാൾ ഈ പറഞ്ഞ ലോങ് ടേമും ഷോർട്ട് ടേമും ഇഫക്ട്സിലോട്ട് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. സോ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഇഫക്ട്സ് ഓഫ് സ്മോക്കിംഗ് ഹാസ് ബീൻ ഡിസ്കസ്ഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്മൾ ഹെൽത്ത് ഇഫക്ട്സ് മാത്രമല്ല ഒരു സോഷ്യൽ ഇഫക്ട്സും കൂടെ സ്മോക്കിങ്ങിനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദ അഡ്വേഴ്സ് ഹെൽത്ത് ഇഫക്ട്സ് ഓഫ് യൂസിങ് ടൊബാക്കോ. ഇറ്റ്സ് എ പ്രിവെൻറ്റബിൾ ഡെത്ത് ഗ്ലോബലി ഉണ്ടാക്കുന്ന ഒരു വലിയ ഗ്രേറ്റസ്റ്റ് കോസ് ഓഫ് പ്രിവെൻറ്റബിൾ ഡെത്ത് ഗ്ലോബലി. ലോകത്തിലാകമാനം നമുക്കൊരു പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഡെത്തിനെ കോസ് ചെയ്യുന്ന അതിന് ഒരു വലിയ കാരണമാകുന്നത് ടൊബാക്കോ ആണ്. ടൊബാക്കോ യൂസ് ലീഡ്സ് മോസ്റ്റ് കോമൺലി ടു ഡിസീസ് ഇഫക്റ്റിംഗ് ദ ഹേർട്ട് ആൻഡ് ലങ്സ്. സാധാരണയായിട്ട് ഹേർട്ടിനും ലങ്സിനെയുമാണ് ഇത് ബാധിക്കുന്നത്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് എ പേഴ്സൺസ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കോൺട്രാക്റ്റിംഗ് ഡിസീസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ടൈം ദറ്റ് എ പേഴ്സൺ കണ്ടിന്യൂസ് ടു സ്മോക്ക് ആസ് വെൽ ആസ് ദ എമൗണ്ട് സ്മോക്ഡ്. എപ്പിഡമോളജിക്കൽ എവിഡൻസസ് ലിങ്ക് സ്മോക്കിംഗ് വിത്ത് സെവറൽ ഡിസീസസ്. അപ്പോൾ നമുക്കറിയാം ഒരാൾക്ക് മറ്റു തരത്തിലുള്ള ഡിസീസുകൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അയാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു അയാൾ എടുക്കുന്ന ആ സ്മോക്കിൻ്റെ ആ ഒരു ലെങ്ത് കൊണ്ട്. അപ്പം അത് എത്രത്തോളം അഡിക്ഷൻ ആയിട്ടുണ്ടോ അത്രത്തോളം അയാൾ മറ്റുള്ള അസുഖങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്റ്റഡീസ് വ്യക്തമാക്കുന്നത് സ്മോക്കിംഗ് ധാരാളം അസുഖങ്ങൾക്ക് കാരണമാകുന്നു. And the first major one is the cancer, second one is the pulmonary diseases, and the oral and gastrointestinal diseases, damage to immune system, impotency, cardiovascular diseases, female infertility, psychological effects of pregnancy, and also other effects. And in order to these health effects, tobacco creates social effects. And the first major effects is the cancer. Cancer is the long-term effect. Tobacco smoke contains several carcinogenic products that bind to DNA and cause many genetic mutations. അപ്പോൾ നമുക്കറിയാം ടൊബാക്കോ ധാരാളം കാർസിനോജനിക് പ്രോഡക്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. Which are the carcinogenic product present in the tobacco smoke? Benzopyrin, benzene, formaldehyde. And the benzopyrin and benzene are easily creating mutations on DNA. നമ്മുടെ ജനിതക ഘടനയിൽ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റം വരുത്താൻ കഴിയും. അതായത് നമ്മുടെ DNA ചെന്നിട്ട് അവിടുത്തെ ബേസ് പെയേഴ്സ് ഉണ്ടല്ലോ അവരെല്ലാം ഇങ്ങനെ ഒരു റിങ്, അതായത് അവരെല്ലാം സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്, ഹൈഡ്രോകാർബൺ റിങ്ങുകളാണ്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ ഈ പറഞ്ഞ ബെൻസീൻ, ബെൻസോപൈറിൻ ഇവരൊക്കെ ഇതേപോലെ സൈക്ലിക് ഹൈഡ്രോകാർബൺസ് ആണ്. ഇവരവിടെ ചെന്നിട്ട് മറ്റ് സ്ട്രക്ചർ പോലെ അതിൻ്റെ നോർമലി ഉള്ള ബേസ് പെയേഴ്സിൻ്റെ സ്ട്രക്ചർ പോലെ മിമിക് ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ DNA ഒറിജിനൽ തനതായിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾക്ക് ഡിലീഷനോ അഡിഷനോ വരുത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇതുമൂലം അവിടെ ജനറ്റിക് മ്യൂട്ടേഷൻസിന് കാരണമാകും. ഇറ്റ് വിൽ ലീഡ്സ് ടു ക്യാൻസർ. ദ ടൊബാക്കോ സ്മോക്ക് കണ്ടെയ്ൻസ് ഓവർ 50 നോൺ കെമിക്കൽ കാർസിനോജൻ. അപ്പോൾ നമുക്കറിയാം ഒരു ടൊബാക്കോ സ്മോക്കിൽ ഏകദേശം 50ഓളം കാർസിനോജൻസ് ഉണ്ട്, ക്യാൻസർ ഇൻഡ്യൂസിങ് കോമ്പൗണ്ട്സ് കാണപ്പെടുന്നുണ്ട്. ദാറ്റ് കോസ് ക്യാൻസർ ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ടൈപ്പിലുള്ള ക്യാൻസറിന് കാരണമാകുന്നു. എസ്പെഷ്യലി ലങ്, ത്രോട്ട് ആൻഡ് മൗത്ത്. സാധാരണ ലങ്സിലും ത്രോട്ടിലും മൗത്തിലുമൊക്കെയാണ് ഇങ്ങനെ ക്യാൻസർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ പൾമണറി ഡിസീസ്. ടൊബാക്കോ സ്മോക്ക് ഇറിറ്റേറ്റ് ദ മ്യൂക്കസ് മെമ്പറൈൻ ഓഫ് ത്രോട്ട് ആൻഡ് ബ്രോങ്കൈ കോസിങ് സ്മോക്കേഴ്സ് കഫ് ആൻഡ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. അപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചോദിക്കാം, ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്താണെന്ന്. അപ്പോൾ ടൊബാക്കോ സ്മോക്ക് അവരുടെ മ്യൂക്കസ് മെമ്പറൈനിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ത്രോട്ടിലും ബ്രോങ്കയിലും ഒക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും കൂടാതെ സ്മോക്കേഴ്സ് കഫ്, അവർക്ക് ഈ സ്മോക്കേഴ്സിന് ഒരുതരം ചുമയുണ്ടാവുകയും ആൻഡ് ക്രോണിക് ബ്രോങ്കൈറ്റിസിന് കാരണമാവുകയും ചെയ്യുന്നു. ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിപ്പോസിഷൻ ഓഫ് ടാർ ആൻഡ് ദ അക്യുമുലേഷൻ ഓഫ് മ്യൂക്കസ് ഇൻ ദ ബ്രോങ്കിയോൾസ്. അപ്പോൾ നമുക്കറിയാം ലങ്സിൻ്റെ ബ്രാഞ്ചസ് ആണ് ബ്രോങ്കിയോൾസ്. അവിടെയൊക്കെ
മ്യൂക്കസ് ഡിപ്പോസിറ്റ് ചെയ്യും. ഈ ടാർ, ഈ ടൊബാക്കോയിലുള്ള ടാർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് മൂലം അവിടെയൊക്കെ ഒരു മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുകയും സ്മോക്കേഴ്സ് ഓഫൻ സഫർ ഫ്രം ബ്രീത്ത്ലെസ്നെസ് ആൻഡ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സ്പ്യൂട്ടം. അപ്പോൾ ഇവർക്ക് ശ്വാസ തടസ്സം ഉണ്ടാവുകയും ധാരാളം കഫം ഉണ്ടാവുകയും ചെയ്യും. ഇറിറ്റേറ്റിംഗ് സ്മോക്ക് മേ ഓൾസോ കോസ് ബ്രേക്ക് ഡൗൺ ഓഫ് ദ ലങ് ആൽവിയോളൈ റെഡ്യൂസിങ് ദ സർഫസ് ഏരിയ ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. കൂടാതെ ഇങ്ങനെ സ്മോക്ക് കൊണ്ട് നിറയുന്ന സമയത്ത് ഇത് ലങ്സിൽ, ആൽവിയോളസിലൊക്കെ ഇറിറ്റേറ്റിംഗ് സ്മോക്ക് നിറയുകയും അതിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുകയും ഇത് നമ്മുടെ നോർമൽ ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ സർഫസ് ഏരിയ കുറയ്ക്കുന്നു. ഇത് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളഞ്ഞ് ഓക്സിജനെ സ്വീകരിക്കാനുള്ള സ്പേസ് കുറയുന്നു. കാരണം പുറത്ത് നിന്ന് സ്മോക്കേഴ്സ് ഇൻഹെയിൽ ചെയ്യും, ശക്തമായിട്ട് സ്മോക്കിങ് പുക അകത്തോട്ട് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ധാരാളം 15 കാർസിനോജനിക് കോമ്പൗണ്ട്സ് മറ്റുള്ള കോമ്പൗണ്ടുകളൊക്കെ ചെന്ന് നിറയുമ്പോൾ നമ്മുടെ നോർമൽ ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ ഒരു സർഫസ് ഏരിയ കുറയുന്നു. ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് എംഫിസിമ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ എംഫിസിമ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കമൻറ്റ് ഓൺ ഓർ വാട്ട് ഈസ് എംഫിസിമ. Emphysema is the condition in which it is seen in smokers, tobacco smokers. The irritating tobacco smoke may also cause breakdown of the lung alveoli, reducing the surface area of gas exchange. This condition is known as the emphysema. And in the healthy individuals, the recoil of the elastin fibers surrounding the alveoli are essential for partial deflating of alveoli during expiration. In chronic smokers, these elastin fibers are destroyed so that the alveoli lose elasticity and hence do not deflate. The alveoli often burst, making the victim permanently short of breath. അപ്പോൾ നമ്മളിവിടെ ഈ എംഫിസീമിയയുടെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. എംഫിസീമിയ ഉണ്ടാകുന്ന പേഴ്സൺസിൽ എന്താണ്? റീകോയിൽ ഓഫ് ഇലാസ്റ്റിൻ ഫൈബേഴ്സ് സറൗണ്ടിങ് ദ ആൽവിയോളൈ. അപ്പോൾ നമ്മൾ ഒരു ഇൻഹെയിൽ ചെയ്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ വെളിയിൽ കളയുന്ന സമയത്ത് നമ്മുടെ ആൽവിയോളസിൽ ഒരു ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഉണ്ട്. ഈ ആൽവിയോളസിന് ചുറ്റുമുള്ള ഈ ഫൈബേഴ്സ് ഒരു റീകോയിൽ ചെയ്യുകയും എന്നിട്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് റീകോയിലിംഗ് ചെയ്യുകയും നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോൾ, അതായത് ബ്രീത്തിങ് ഔട്ട് നമ്മൾ എക്സ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഡിഫ്ലേറ്റ് ചെയ്യുക, കോയിലിംഗ് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ അമിതമായിട്ട് സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരിൽ ഇലാസ്റ്റിക് ഫൈബേഴ്സിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും ഇവരുടെ ആൽവിയോളയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും അതുമൂലം അത് ഡിഫ്ലേറ്റ് ആകുന്നില്ല. അതായത് നമ്മൾ ശ്വാസം അകത്തോട്ട് വലിക്കുന്ന സമയത്ത് അത് കോയിൽ ചെയ്യുകയും ഇലാസ്റ്റിക് ഫൈബേഴ്സ് ഇൻ ദ ആൽവിയോളൈ, ദെൻ എക്സ്പയർ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വെളി വിടുന്ന സമയത്ത് അത് ഡിഫ്ലേറ്റ് ചെയ്യുക, കോയിലിംഗ് അഴിയുകയും ചെയ്യണം. അപ്പോൾ അമിതമായിട്ട് സ്മോക്ക് ചെയ്യുന്നവരിൽ ഈ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും സോ ദ ആൽവിയോളൈ ഓഫൺ ബേസ്റ്റ് മേക്കിംഗ് ദ വിക്ടിം പെർമനൻ്റ്ലി ഷോർട്ട് ഓഫ് ബ്രെത്ത്. അപ്പോൾ ഇങ്ങനെ അധികമായിട്ട് സ്മോക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട് അവർക്ക് പെർമനൻ്റായിട്ട് ഷോർട്ട് ഓഫ് ബ്രെത്ത്, ശ്വസന തടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നു. And next is the carbon monoxide of tobacco smoke readily bind to the hemoglobin, forming carboxyhemoglobin, which greatly reduces the oxygen carrying capacity of the blood. This further aggravates emphysema. The carcinogen acrolein and its derivatives also contribute to another serious condition called chronic obstructive pulmonary disease, that is COPD. COPD means also known as the tobacco disease, refers to the overall condition characterized by permanent incurable reduction of pulmonary capacity. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മളിപ്പോൾ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് നമ്മൾ പറഞ്ഞു. ഓൾറെഡി ടൊബാക്കോ സ്മോക്കിൽ കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ് കാർബൺ മോണോക്സൈഡ്, CO. ഇറ്റ് റെപ്രസെൻറ്റ് CO. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഓഫ് ടൊബാക്കോ, ഇങ്ങനെ നമ്മൾ ടൊബാക്കോ സ്മോക്ക് അധികം ചെയ്യുന്നവരിൽ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സിജന് പകരം കയറി ബൈൻഡ് ചെയ്യുകയും കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുകയും ദിസ് വിൽ ക്രിയേറ്റ് ഓക്സിജൻ ഡിക്രീസ് ദ എബിലിറ്റി ഓഫ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു.
ദിസ് ഫർദർ അഗ്രവേറ്റ്സ്, അപ്പോൾ ഇതും എംഫിസീമയ്ക്ക് കാരണമാകുന്നു. ദ കാർസിനോജൻ നമ്മൾ പറഞ്ഞ അക്രോലിൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു അനദർ സീരീസ് കണ്ടീഷൻ കണ്ട് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ടൊബാക്കോ ഡിസീസ്. നമ്മൾ ഇതിനെ വേറൊരു വിളിക്കുന്നൊരു പേരാണ് ടൊബാക്കോ ഡിസീസ്. റിഫേഴ്സ് ടു ഓവറോൾ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ പെർമനൻറ്റ് ഇൻക്യൂറബിൾ റിഡക്ഷൻ ഓഫ് പൾമണറി കപ്പാസിറ്റി. അപ്പോൾ ഇവിടെയും പൾമണറി കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വസന തടസ്സം, ആൻഡ് ദ വീസിങ്, ഇങ്ങനെ വലിക്കുക, വീസിങ്, പെർസിസ്റ്റൻ്റ് കഫ് വിത്ത് സ്പ്യൂട്ടം, എന്താണ് വെറ്റ് കഫ്, എപ്പോഴും സ്പ്യൂട്ടം നിറഞ്ഞ കഫ് ഉണ്ടാവുക. ദിസ് ഈസ് നോൺ ആസ് ദ സ്മോക്കേഴ്സ് കഫ് ആൻഡ് ദ ഡാമേജ് ടു ദ ലങ്സ് ഇൻക്ലൂഡിങ് എംഫിസിമ ആൻഡ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഇവർക്ക് സ്ഥിരമായിട്ട് ലോങ് ടേം ഇഫക്റ്റ് ആയ എംഫിസിമ അല്ലെങ്കിൽ എപ്പോഴും അവരുടെ ചെസ്റ്റിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ലങ്സിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ. And the cardiovascular disease such as the adrenaline released under the influence of nicotine increases blood pressure and heartbeat rate by constricting the artery. അപ്പോൾ ആർട്ടറി ഒക്കെ ചുരുങ്ങുന്നതിൻ്റെ ഫലമായിട്ട് അഡ്രിനാലിൻ ധാരാളമായിട്ട് എപ്പോഴും റിലീസ് ചെയ്യപ്പെടുന്നു നിക്കോട്ടിൻ ചെല്ലുന്നത് കൊണ്ട്. അപ്പോൾ ഇതുമൂലം എന്താണ് ആർട്ടറികളൊക്കെ ചുരുങ്ങുകയും ഹൈ BP ഉണ്ടാവുകയും അത് ഹാർട്ട് ഡിസീസസിന് കാരണമാവുകയും ചെയ്യുന്നു. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് ദ റേഷ്യോ ഓഫ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ദാറ്റ് ഈസ് ദ ഗുഡ് കൊളസ്ട്രോൾ, ടു ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, that is the bad cholesterol, tend to be lower in smokers compared to non smoker. അപ്പോൾ നോൺ സ്മോക്കേഴ്സിനെ അപേക്ഷിച്ച് സ്മോക്കേഴ്സിൽ ബാഡ് കൊളസ്ട്രോൾ ആയിരിക്കും കൂടുതൽ. കാരണം ബാഡ് കൊളസ്ട്രോൾ മീൻസ് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതായിരിക്കും കൂടുതൽ. സ്മോക്കിംഗ് മേക്സ് ദ ബ്ലഡ് വിസ്കസ് ബൈ ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഫൈബ്രിനോജൻ ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പം നേരത്തെ പറഞ്ഞു ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കട്ടി കൂട്ടുകയും ഈ പറഞ്ഞ കോമ്പൗണ്ടുകളൊക്കെ ബ്ലഡിൽ ചെന്ന് കഴിയുമ്പോൾ, കൂടാതെ ഫൈബ്രിനോജൻ്റെയും പ്ലേറ്റ്ലെറ്റ്സിൻ്റെയും കോൺസെൻട്രേഷൻ കൂടുകയും ബ്ലഡ് ക്ലോട്ടിങ് പെട്ടെന്ന് തന്നെ നടക്കുന്നതിന് കാരണമാകുന്നു. ദിസ് ഫാക്ടേഴ്സ് ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് ആർട്ടീരിയോസ്ക്ലെറോസിസ് ഇൻ സ്മോക്കേഴ്സ്. അപ്പോൾ ഇതൊക്കെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നതിന് കാരണമാവുകയും, ആസ് ദ ആർട്ടീരിയോസ്ക്ലെറോസിസ് പ്രോഗ്രസ് ബ്ലഡ് ഫ്ലോസ് ലെസ് ഈസിലി ത്രൂ ദ റിജിഡ് ആൻഡ് നാരോഡ് ബ്ലഡ് വെസൽസ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് വെസൽസിലൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് പാസ് ചെയ്ത് പോകാതെ ആവുകയും ബ്ലഡ് പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ ക്ലോട്ട് ഫോം ചെയ്യുന്നതിന് കാരണമാകുന്നു. സഡൻ ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് വെസൽസ് മേ ലീഡ് ടു സ്ട്രോക്ക്. ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ട് സ്ട്രോക്കിന് കാരണമാവുകയും ഹൃദയാഘാതത്തിന് കാരണമാവുകയും. ഇൻ ഷോർട്ട്, സ്മോക്കിംഗ് ഗ്രേറ്റ്ലി ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് ആൻഡ് അതിരോസ്ക്ലീറോസിസ്. കൂടാതെ ഹാർട്ട് ഡിസീസസും സ്ട്രോക്കും അതിരോസ്ക്ലീറോസിസ് ഒക്കെ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ഓറൽ ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസീസ്. ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഓറൽ വരെയാണ്, ഓറൽ ക്യാൻസർ ആണ്. സിഗർ ആൻഡ് പൈപ്പ് സ്മോക്കിംഗ് കോസസ് എ വെറൈറ്റി ഓഫ് ക്യാൻസേഴ്സ് ഇൻക്ലൂഡിങ് ക്യാൻസേഴ്സ് ഓഫ് ദ ഓറൽ ക്യാവിറ്റി, ലിപ്പ്, ടങ്, മൗത്ത്, ത്രോട്ട്, ഈസോഫാഗസ്, ലാരിങ്സ് ആൻഡ് ലങ്. ഇവിടെ ഒക്കെ ക്യാൻസറിന് കാരണമാവുകയും മോസ്റ്റ് ഓഫ് ദ കേസസ് ഓഫ് പീരിയോഡോണ്ടൈറ്റിസ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലമേഷൻ അറൗണ്ട് ദ ടീത്ത്, പല്ലിന് ചുറ്റും പഴുപ്പുണ്ടാവുക, ഇതൊക്കെ സ്മോക്കിംഗ് മൂലം ഉണ്ടാകും. കൂടാതെ സ്മോക്ക്ലെസ് ടൊബാക്കോ കോസസ് ജിഞ്ചിവൽ റിസഷൻ ആൻഡ് വൈറ്റ് മ്യൂക്കോസ ലീഷൻസ്. അപ്പോൾ സ്മോക്ക്ലെസ് ടൊബാക്കോ, അപ്പോൾ നമ്മൾ സ്മോക്ക് ചെയ്യാത്ത ഡയറക്റ്റ് ടൊബാക്കോ എടുത്ത് ചുണ്ടിൻ്റെ അടിയിലും അവിടെയൊക്കെ ഈ പാൻ മസാലയൊക്കെ വെക്കുകയാണെങ്കിൽ അത് ജിഞ്ചീവൽ റിസഷൻ ആൻഡ് വൈറ്റ് മ്യൂക്കോസ ലീഷൻ, അവിടെയൊക്കെ ലീഷൻസ്, ക്യാൻസറസ് പാച്ചസ് ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാകും. ആൻഡ് ഇറ്റ് ഓൾസോ കോസസ് സ്റ്റെയിനിങ് ഓഫ് ടീത്ത് ആൻഡ് ബാഡ് ബ്രെഡ്. നമുക്ക് ബാഡ് എപ്പോഴും വായിൽ നിന്ന് സ്മെല്ലും എന്താണ് പല്ലുകളിൽ കറ ഉണ്ടാവുകയും. And also it increases the secretion of gastric juices including hydrochloric acid at the time when it is not needed. അപ്പോൾ ശരീരത്തിൽ ആവശ്യമില്ലാത്ത സമയത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ ധാരാളം പ്രൊഡക്ഷൻ ചെയ്യപ്പെടുകയും ദിസ് മേ കോസ് ഗ്യാസ്ട്രിക് ആൻഡ് ദിയോഡനൽ അൾസേഴ്സ്. ഇതൊക്കെ വയറിലും ദിയോദനത്തിലൊക്കെ അൾസർ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ആൻഡ് എസ്പെഷ്യലി harmful to persons already having peptic ulcers. അപ്പോൾ എന്തെങ്കിലും പെപ്റ്റിക് അൾസറൊക്കെ ഉള്ളവർക്ക് ഇതും കൂടെ ആകുമ്പോൾ ഇത് വളരെ കൂടുതലായിട്ട് ക്യാൻസറിലോട്ട് എത്തിപ്പെടുകയും ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ഡാമേജ് ടു ഇമ്മ്യൂൺ സിസ്റ്റം. സ്മോക്കിംഗ് ഡിക്രീസസ് ഇമ്മ്യൂണിറ്റി ഓഫ് ദ ബോഡി ആൻഡ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇവരുടെ ഇമ്മ്യൂണിറ്റി കുറയുക, അതുമൂലം ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും. സ്മോക്കിംഗ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് പൾമണറി ആൻഡ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ബൈ കോസിംഗ് ബോത്ത് സ്ട്രക്ചറൽ ഡാമേജ് ആൻഡ് ത്രൂ ഇഫക്ട്സ് ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറലി ഡാമേജ് വരുത്തുകയും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് ഇവരെ ശ്വസന സംബന്ധമായ അണുബാധയൊക്കെ വളരെ പെട്ടെന്ന് ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു.
It is found that nicotine increases susceptibility to HIV ഇൻഫെക്ഷൻ. കൂടാതെ പുകവലിക്കുന്നവരിൽ HIV ഇൻഫെക്ഷൻ വളരെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. The usage of tobacco also increases rates of other infections such as common cold and bronchitis. കൂടാതെ ടൊബാക്കോ അമിതമായിട്ട് ഉപയോഗിക്കുന്നവരിൽ ഇൻഫെക്ഷൻസ്, അതായത് സാധാരണ എപ്പോഴും പനി വരികയും ബ്രോങ്കൈറ്റിസ്, അതായത് ലങ്സിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻസി, അനദർ ഇഫക്റ്റ് ഈസ് ദ ഇമ്പോർട്ടൻസി. ബിക്കോസ് ഓഫ് ദ ഇവരുടെ ആർട്ടറീസ് ഒക്കെ നാരോ ചെയ്യുന്നത് മൂലം ഇവരുടെ ടെസ്റ്റസ് ചുരുങ്ങുകയും അവർ വന്ധ്യതയിലോട്ട് ഇവർ എത്തിപ്പെടുകയും ചെയ്യുന്നു. ആൻഡ് ദ ഇൻസിഡൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 85% ഹയർ ഇൻ മെയിൽ സ്മോക്കേഴ്സ് കമ്പയർഡ് ടു നോൺ സ്മോക്കേഴ്സ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് നോൺ സ്മോക്കേഴ്സിൽ, മെയിൽസിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ മേജർ കോസ് ഓഫ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അപ്പോൾ ഇതിനെ ഇത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി. ഇൻ ഫീമെയിൽസിൽ ആണെങ്കിലും നിക്കോട്ടിൽ അതേപോലെ ടൊബാക്കോയിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ഹാംഫുൾ കെമിക്കൽസ് ഇവിടെ ഓവറിയുടെ പ്രൊഡക്ഷനെ, എബിലിറ്റിയെ കുറയ്ക്കുകയും കൂടാതെ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ പ്രൊഡക്ഷനെ, ഈസ്ട്രോജനാണ് ഓവറിയിൽ നിന്ന് എഗ്ഗ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഇത് ബാധിക്കുകയും ഹെൻസ് സ്മോക്കിംഗ് മേ കോസ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ ശരിയായ സമയത്ത് എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ നടക്കാതെ ഓവറി ഫങ്ഷൻ ചെയ്യാതാവുകയും ഇത് ഫീമെയിൽ വന്ധ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ആൻഡ് നിക്കോട്ടിൻ ഓൾസോ ഇൻ്റർഫെയർസ് വിത്ത് ദ എംബ്രിയോ ട്രാൻസ്പോർട്ട് ആൻഡ് യൂട്രൈൻ ബ്ലഡ് ഫ്ലോ. കൂടാതെ ഇത് നമ്മുടെ എംബ്രിയോ ട്രാൻസ്പോർട്ടിനെയും യൂട്രസിലോട്ടുള്ള ബ്ലഡിൻ്റെ ഫ്ലോയെയും തടസ്സപ്പെടുത്തുന്നു. Some of these damages are irreversible, but stopping smoking can prevent further damage. അപ്പോൾ ഇത് നമുക്ക് തിരിച്ച് ഇറിവേഴ്സിബിൾ ചെയ്ത് മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ സ്മോക്കിംഗ് നിർത്തിയത് കൊണ്ട് നമുക്ക് ഇതിനെ തിരിച്ച് പഴയ പോലെ ആക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പിന്നീടുള്ള വലിയ ആപത്തിൽ നിന്ന് നമുക്ക് ഒരു രക്ഷ കിട്ടും. അല്ലാതെ ഇതിനെ റിവേഴ്സിബിൾ ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ റിവേഴ്സിബിൾ ചെയ്യാനായിട്ടേ പറ്റില്ല. ആൻഡ് നെക്സ്റ്റ് ഇസ് സൈക്കോളജിക്കൽ ഇഫക്ട്സ്. സ്മോക്കേഴ്സ് ഓഫൺ റിപ്പോർട്ട് ദാറ്റ് സിഗരറ്റ് ഹെൽപ്സ് റിലീവ് ഫീലിംഗ് ഓഫ് സ്ട്രെസ്. അപ്പോൾ സ്മോക്കേഴ്സിനോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്മോക്കിംഗ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് അവർക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനാണെന്നാണ്. സോ അപ്പോൾ നമുക്ക് പറയാം ദ സ്ട്രെസ് ലെവൽസ് ഓഫ് സ്മോക്കേഴ്സ് ആർ സ്ലൈറ്റ്ലി ഹയർ ദാൻ ദോസ് ഓഫ് നോൺ സ്മോക്കേഴ്സ്. അപ്പോൾ നോൺ സ്മോക്കേഴ്സിനെക്കാട്ടിലും സ്ട്രെസ്സ് കൂടുതൽ ഉണ്ടാകുന്നത് സ്മോക്കേഴ്സിലാണ്. So far from acting as an aid for mood control, nicotine dependency seems to exacerbate stress. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? നിക്കോട്ടിൻ റിസപ്റ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു നിക്കോട്ടിൻ റിസപ്റ്റേഴ്സ് ബ്രെയിനിൽ നിക്കോട്ടിൻ ചെല്ലുന്ന ഉടനെ നിക്കോട്ടിൻ റിസപ്റ്റേഴ്സ് ആക്റ്റീവ് ആവുകയും ബ്രെയിനിൽ നിന്ന് ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെടുന്നു അമിതമായിട്ട്. ഈ ഡോപ്പമൈൻ ഒരു പ്ലഷറബിൾ റിലീഫ് കൊടുക്കുന്നത്. അപ്പോൾ അതിലവർ തെറ്റിദ്ധരിച്ച് അഡിക്ഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇത് ആക്ച്വലി ഈ നിക്കോട്ടിനായിരിക്കും പിന്നീട് അവരുടെ മൂഡിനെ കൺട്രോൾ ചെയ്യുന്നതും അവരുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നത്. ദിസ് കൺഫൈൻ ഇൻ ദ ഡെയിലി മൂഡ് പാറ്റേൺസ് ഡിസ്ക്രൈബ്ഡ് ബൈ സ്മോക്കേഴ്സ് വിത്ത് നോർമൽ മൂഡ്സ് ഡ്യൂറിങ് സ്മോക്കിംഗ് ആൻഡ് വേഴ്സണിങ് മൂഡ്സ് ബിറ്റ്വീൻ സിഗരറ്റ്സ്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ആ ഒരു എക്സ്ട്രാ പ്ലഷറബിൾ കിട്ടുന്നത് കൊണ്ട് ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ ഒരു ബാലൻസ് അല്ലെങ്കിൽ സ്ട്രെസ് റിലീവ് ചെയ്യുന്നതും ഇവർക്കൊരു സന്തോഷം ലഭിക്കുന്നതും ഇതിൽ നിന്നാണെന്ന് അവർക്കൊരു സൈക്കോളജിക്കലി ഒരു ചിന്താഗതി അങ്ങനെ മനസ്സിൽ ഉണ്ടാവുന്നു. ആൻഡ് thus the apparent relieving effects of smoking only reflects the reversal of the tension and irritability that develop during nicotine depletion. അപ്പോൾ നിക്കോട്ടിൻ്റെ അളവ് ബോഡിയിൽ കുറയുന്ന സമയത്ത് ഈ ഡോപ്പമൈൻ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. ഡിപ്പെൻഡൻറ്റ് സ്മോക്കേഴ്സ് നീഡ് നിക്കോട്ടിൻ ടു റിമൈൻ ഫീലിംഗ് നോർമൽ. അപ്പോൾ ഇങ്ങനെ സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആയവർക്ക് വീണ്ടും സ്മോക്കിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡോപ്പമൈൻ്റെ റിലീസ് കൊണ്ട് ഒരു പ്ലഷറബിൾ മൂവ്മെൻറ്റ് അവർക്ക് കിട്ടുകയും ചെയ്യുന്നതാണ് അതിൻ്റെ സൈക്കോളജിക്കൽ ഇഫക്ട്സ്. ആക്ച്വലി അതുവഴി ധാരാളം ഇൽ ഇഫക്ട്സ് വേറെ ഉണ്ടാവുകയും ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇഫക്റ്റ് ഓൺ പ്രഗ്നൻസി. And the effect of pregnancy, a number of studies shown that tobacco use is a significant factor in miscarriages among pregnant smokers. Pregnant ആയിട്ടുള്ള ലേഡികൾ സ്മോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അബ്നോർമൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു എ നമ്പർ ഓഫ് അതർ ത്രെറ്റ്സ് ടു ദ ഹെൽത്ത് ഓഫ് ഫീറ്റസിൻ്റെ ഹെൽത്തിനെ അത് നെഗറ്റീവായി
ബാധിക്കുകയും ചെയ്യുന്നു. This can especially in a problem with a woman who have family history of smoking and live in a smoke filled environment. ഒന്നുകിൽ അവർ വലിക്കാത്ത സ്ത്രീ ആയിരിക്കാം, അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പുകവലിക്കുകയും ആ ഒരു പുക നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇവർ ജീവിച്ചതെങ്കിൽ ഇങ്ങനെ പൂർണ്ണ വളർച്ചയെത്താത്ത കുഞ്ഞിനെ പ്രസവിക്കുക, അല്ലെങ്കിൽ ആ ഫീറ്റസിന് മറ്റുള്ള ഈ പറഞ്ഞ ജനിതക പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. Continued smoking after this can cause women to become completely infertile altogether, preventing them from even being able to have children by causing. അപ്പോൾ അല്ലെങ്കിൽ ആ കുട്ടിക്ക് പെർമനൻറ്റ് ഡാമേജ് തന്നെ വരാനുള്ള സാധ്യത 100% കൂടുതലാണ്. And the other effects such as the smoking include decrease in appetite, overweight, increased stress, risk of fire injuries, etc. ഇവർക്ക് മറ്റുള്ള ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ വിശപ്പില്ലായ്മ, അമിതഭാരം ഉണ്ടാവുക, സ്ട്രെസ് കൂടുക, ഈ സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് പൊള്ളലേൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മറ്റുള്ള ഇഫക്ട്സുകൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദ സോഷ്യൽ ഇഫക്ട്സ് ഓഫ് യൂസിങ് ടൊബാക്കോ, യൂസിങ് ഇഫക്ട്സ് ഓഫ് എക്കണോമി. നമുക്കറിയാം ടൊബാക്കോ ഇത് വലിക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം പൈസ ചിലവാക്കി ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും, മണി വേസ്റ്റ് ചെയ്യുകയാണ്. ഓൾസോ റൺ റിസ്ക് ഓഫ് ബേൺസ് ആൻഡ്, അപ്പോൾ പൊള്ളാനും തീ പൊള്ളലേക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി കൂടുതലാവും. യൂസിങ് ടൊബാക്കോ മാൾസ് പേഴ്സണാലിറ്റിയെ തന്നെ അത് നശിപ്പിച്ച് കളയും. ടീത്തും ഫിംഗേഴ്സും ഒക്കെ സ്റ്റെയിൻഡ് കളർ പിടിക്കും, നഖത്തിലും പല്ലിലും ഒക്കെ. ലിപ്സ് മേ ഗെറ്റ് ഡിസ്കളേർഡ്, ചുണ്ടിൻ്റെയൊക്കെ നിറം മാറി ബ്ലാക്ക് കളറാവും. പിന്നെ അവരുടെ ഒരു ശ്വാസത്തിലൊക്കെ ആ സ്മെല്ല് ഇങ്ങനെ ഒരു ബാഡ് ബ്രെത്ത് ആയിരിക്കും. സ്മോക്കിംഗ് ഈസ് അനോയിങ് ടു അതേഴ്സ്, കൂടാതെ ഇത് മറ്റുള്ളവർക്ക് വളരെ അരോചകവുമാണ്. ഇറ്റ് മേ സംടൈംസ് പ്രൂവ് മോർ ഹാംഫുൾ ടു നോൺ സ്മോക്കേഴ്സ്. അപ്പോൾ നമുക്ക് പലതര സിറ്റുവേഷൻസിലും തെളിയിച്ചിട്ടുണ്ട്, സ്മോക്കേഴ്സിനെക്കാട്ടിലും ഇറ്റ് വിൽ കോസ് ആൻ സീരിയസ് ഹെൽത്ത് പ്രോബ്ലം ടു നോൺ സ്മോക്കേഴ്സിനാണ് വളരെ കൂടുതൽ ദോഷമുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നവരുമായിട്ട് കമ്പനി കൂടാൻ തന്നെ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും, പാസീവ് സ്മോക്കേഴ്സ് ഓർ സെക്കൻഡ് ഹാൻഡ് സ്മോക്കേഴ്സ് ത്രൂ ഇൻഹെയിലിംഗ് സ്മോക്ക് ഫ്രം ദ സിഗരറ്റ് ആൻഡ് സ്മോക്ക് റിലീസ്ഡ് ഫ്രം ദ ബൈ ദ സ്മോക്കർ. അപ്പോൾ ഈ പാസീവ് സ്മോക്കേഴ്സിനൊക്കെ സീരിയസ് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവുകയും, ആൻഡ് ദ എക്സ്പോഷർ ടു സെക്കൻഡ് ഹാൻഡ് ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു പാസീവ് സ്മോക്കർ ആകുമ്പോൾ അയാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും. ഇനി കുഞ്ഞുങ്ങളാണ് ഇതിനെ എക്സ്പോസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവർ മരിക്കാൻ വരെ പലതരത്തിലുള്ള സഡൻ ഡെത്ത് സിൻഡ്രോം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കുട്ടികളിൽ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, ആസ്മയ്ക്കൊക്കെ ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ടൊബാക്കോ ഡി അഡിക്ഷൻ. നമുക്ക് എങ്ങനെ ഒരു ടൊബാക്കോയ്ക്ക് അഡിക്റ്റ് ആയ ആളെ തിരിച്ചു കൊണ്ടുവരാം. ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ദ ടൊബാക്കോ ഡി അഡിക്ഷൻ. And we have to choose motivation, substitutes, exercise, after support, tobacco cessation clinic are the major tobacco de-addiction measures. And motivation, educate people about the dangers of tobacco. Large number of people have stopped using tobacco after understanding the ill effects of this habit. അപ്പോൾ ഒരുപാട് ജനങ്ങൾ നമുക്ക് മോട്ടിവേഷൻ കൊടുത്തും അവെയർ ചെയ്തും ടൊബാക്കോയുടെ ഡേഞ്ചേഴ്സിനെ പറ്റി അവരെ ബോധവൽക്കരിച്ച് ഇതിൽ നിന്ന് നമുക്ക് മാറ്റാം. രണ്ടാമത് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ വളരെ വ്യാപകമായ സ്മോക്ക്, ഈ യൂസ് ഓഫ് ടൊബാക്കോയ്ക്ക് പകരം അവർക്ക് റീഡിങ് ചെയ്യിക്കാം, കൺവേഴ്സേഷൻ നടത്തിക്കാം, പ്ലേയിങ് ഗെയിംസിൽ ഏർപ്പെടുത്താം, ഈറ്റിംഗ് സംതിങ് എക്സെട്ര ഒക്കെ കൊടുക്കാം. ആൻഡ് എക്സസൈസ്, റെഗുലർ എക്സസൈസ് റിഡ്യൂസസ് ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്. റെഗുലർ ആയിട്ടുള്ള ശരിയായ വ്യായാമം അവരുടെ സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയും കുറയ്ക്കപ്പെടുകയും അവർക്ക് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുവഴി അവരുടെ എൻറ്റയർ മെറ്റബോളിസം തന്നെ നല്ലതായിട്ട് മാറുകയും, അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്തി പേഴ്സണായിട്ട് മാറുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ വരുന്ന പ്രോബ്ലംസൊക്കെ ഇങ്ങനത്തെ ഒരു വഴിക്ക് പോകാതെ നോർമലി തന്നെ അതിനെ ഓവർകം ചെയ്യാനുള്ള എബിലിറ്റി ലഭിക്കുകയും ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ സപ്പോർട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് പാരൻസും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ അവരെ നിരീക്ഷിക്കുകയും അവർക്ക് ഇതിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ടൊബാക്കോ സിസേഷൻ ക്ലിനിക്. ആൻഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുൻകൈ എടുത്ത് ഇറക്കിയ ഒരു ഇതാണ് ടൊബാക്കോ സിസേഷൻ ക്ലിനിക്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ട് ഇറക്കിയതാണ്. 2002 സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ പേര് അവർ റീനെയിം ചെയ്തു 2005 ടൊബാക്കോ സിസേഷൻ സെൻറ്റർ എന്ന്. ഇവർ ധാരാളം ഈ ക്ലിനിക്കുകൾ ഇൻഡിവിജ്വൽ ഇൻ്റർവെൻഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് ബിഹേവിയറൽ കൗൺസിലിംഗ്, മെഡിക്കേഷൻ, നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഒക്കെ കൊടുക്കുന്നുണ്ട്. കൂടാതെ അവയർനെസ് among the general public about the negative effects of tobacco and about tobacco cessation through awareness program.
എക്സിബിഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഓൺ ടൊബാക്കോ സെസേഷൻ ഫോർ വേരിയസ് പ്രൊഫഷണൽസിനെ കൊണ്ട് ടൊബാക്കോ പുകയിലയുടെ ഉപയോഗത്തെ നിർത്താൻ പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമുകളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ്സ് ആൻഡ് മാനുവൽസ് എയിംഡ് അറ്റ് സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ദ പോപ്പുലേഷൻ. പ്രത്യേക ഗ്രൂപ്പുകൾക്ക് ബുക്ക്ലെറ്റ്, ഇതിൻ്റെ ദോഷഫലങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ്സുകളും മാനുവൽസും നോട്ടീസുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ കൗൺസിലിംഗ്. ആൻഡ് ദ കൗൺസിലിംഗ് ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടൊബാക്കോ അഡിക്ഷൻ വരെ മതി. കൗൺസിലിംഗ് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്മോക്കിംഗ് ആൻഡ് ഇറ്റ്സ് ഇൽ ഇഫക്ട്സ് ആൻഡ് സോഷ്യൽ ഇഫക്ട്സ് ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ആണ്. എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ ടെക്സ്റ്റിൽ എല്ലാ പോയിൻറ്റ്സും വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് പഠിക്കുക. ഓക്കെ, എനി ഡൗട്ട്സ് പ്ലീസ് കോൺടാക്ട് മീ. Okay, thank you.